2025 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് 50 വയസ്സ് പൂർത്തിയാകുന്നു. AD 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആസ്ട്രോണമറും മാത്തമാറ്റീഷ്യനുമായ ആര്യഭട്ടയുടെ പേരിലാണ് ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ കടന്നുവരവ് അടയാളപ്പെടുത്തിയ ഈ കൃത്രിമോപഗ്രഹം അറിയപ്പെടുന്നു. ജ്യോതിശാസ്ത്രം, എക്സ്റേ, സൗരഭൗതികശാസ്ത്രം, വ്യോമയാന വിജ്ഞാനം എന്നിവയെ അടിസ്ഥാനമാക്കിയിരുന്ന പരീക്ഷണങ്ങളാണ് ഇതിലൂടെ പ്രധാനമായും കേന്ദ്രീകരിച്ചത്. ഏകദേശം 794 പൗണ്ട് അല്ലെങ്കിൽ 360 കിലോഗ്രാം ഭാരവും 1.59 വീതിയും 1.19 ഉയരവും 26 പരന്ന മുഖങ്ങളുമുള്ള അർദ്ധഗോളാകൃതിയിലുള്ള ഇവയ്ക്ക് 36,800 ചതുരശ്ര സെന്റിമീറ്റർ വിസ്തീർണമുള്ള 46 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മുകളിലും താഴെയുമുള്ള മുഖങ്ങൾ ഒഴിച്ച് എല്ലാ മുഖത്തും ആവരണം ചെയ്തിരുന്നു. ഡോക്ടർ വിക്രം സാരാഭായി, പ്രൊഫസർ UR റാവു എന്നിവരുടെ നേതൃത്വത്തിൽ പരിമിതമായ വിഭവങ്ങളുമായി പ്രവർത്തിക്കുന്ന ഏകദേശം 25 ISRO എഞ്ചിനീയർമാരുടെ ഒരു ചെറിയ സംഘമാണ് ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം ബാംഗ്ലൂരിനടുത്തുള്ള പീനിയയിൽ വെച്ച് നിർമ്മിച്ചത്. ശേഷം സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ മെയ്ഡ് റോക്കറ്റായ സോവിയറ്റ് കോസ്മോസ് 3M റഷ്യയുടെ ലോഞ്ച് സൈറ്റായ കബുസ്റ്റിനിൽ നിന്നും 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. എന്നാൽ വൈദ്യുതി തകരാർ മൂലം 5 ദിവസത്തിന് ശേഷം ആശയവിനിമയം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ വർഷങ്ങളോളം ഇത് ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. പര്യടനത്തിനു ശേഷം 1992 ഫെബ്രുവരി 11 ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം ഭൗമാന്തരീക്ഷത്തിൽ തിരിച്ചെത്തുകയും ചെയ്തത്. എന്നിരുന്നാലും സാറ്റലൈറ്റ് ടെക്നോളജി, മിഷൻ പ്ലാനിംഗ്, സിസ്റ്റം ഇന്റഗ്രേഷൻ എന്നീ മേഖലകളിൽ തുടർ പഠനങ്ങൾക്ക് വഴിതെളിക്കാൻ ഈ ഒരു പരീക്ഷണത്തിലൂടെ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞു. ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ L1 തുടങ്ങിയ നാഴികക്കല്ലുകളായ ദൗത്യങ്ങൾക്കും ഈ ഒരു പരീക്ഷണം വഴിയൊരുക്കി. ഇന്ത്യയിലെ ചരിത്രപരമായ പ്രാധാന്യം പ്രകീർത്തിച്ചുകൊണ്ട് ആര്യഭട്ടയുടെ ചിത്രം പിന്നീട് ഇന്ത്യയുടെ 2 രൂപ നോട്ടിലും USSR പോസ്റ്റൽ സ്റ്റാമ്പിലും ഉൾപ്പെടുത്തി. ഏപ്രിൽ 19 50 വയസ്സ് തികഞ്ഞ ആര്യഭട്ടയുടെ വിവരങ്ങൾ കറന്റ് അഫയേഴ്സ് സെക്ഷനിൽ 10th ലെവലിലും 12th ലെവലിലും ഡിഗ്രി ആൻഡ് UPSC എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൂടാതെ മറ്റ് കറന്റ് അഫയേഴ്സ് ഡീറ്റെയിൽസ് പഠിക്കാനും മനസ്സിലാക്കാനുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.